അപ്പോൾ തുടക്കം എന്ന് പറഞ്ഞ മൂവിയിലെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോവാം. നമ്മളെ വിസ്മയ മോഹൻലാൽ. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് സംസാരിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുടക്കം എന്ന് പറഞ്ഞ മൂവിൻ്റെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിവ്യൂ റിയാക്ഷനായിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നായിരുന്നു റിലീസ്, ഓഗസ്റ്റ് 7. ഇന്ന് DC-യും അതുമാണ് ഉള്ളത്. അപ്പോൾ രണ്ടും ആദ്യം ഞാൻ DC-യാണ് കണ്ടത്. ഇതിപ്പം തുടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജൂഡ് ആൻ്റണി ജോസഫ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഡയറക്റ്റ് ചെയ്ത് ജൂഡ് ആൻ്റണി ജോസഫാണ്. നമ്മളെ 2018 ലാസ്റ്റ് ചെയ്ത പടം. അതിനുശേഷം പുള്ളിക്കാരെ ഇപ്പോഴാണ് ചെയ്യുന്നത് ഒരു പടം. അറിയാം എത്രത്തോളം ക്യാപ്പബിളുള്ളതാണ് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ കാസ്റ്റ് വിസ്മയ മോഹൻലാലുണ്ട്, മോഹൻലാലിൻ്റെ മോള്, പിന്നെ മോഹൻലാലിൻ്റെ ഒരു ചെറിയ ക്യാമിയോ ഉണ്ട്, പിന്നെ ആശിഷ് ജോ ആൻ്റണി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻ്റണി പെരുമാറിൻ്റെ മോൻ. എൻ്റെ മോനെ, ഇതെല്ലാം ഒരു രക്ഷയില്ല. പിന്നെ ജനർ പറഞ്ഞത് ആക്ഷൻ ഡ്രാമ ത്രില്ലറാണ്. റൺ ടൈം 2 hours 19 minutes ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ആശീർവാദ് സിനിമാസ് തന്നെയാണ്, നമ്മൾ ആൻ്റണി പെരുമാറുമ്പോൾ തന്നെയാണ് ഇതിലെ പ്രൊഡക്ഷൻ. അപ്പം പിന്നെ നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ പറയാം. ഓരോന്നായിട്ട് തന്നെ നമ്മൾ അതിനെ സംസാരിക്കണം. കാരണം വിസ്മയ മോഹൻലാൽ അത്രയും തകർത്താണ് അഭിനയിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇത് തന്നെ വിചാരിക്കൂല, ഒരു രക്ഷയില്ല എന്ന് നമ്മൾ വിചാരിക്കൂല. അപ്പോൾ അത്രയും രീതിയിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൂവി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എനിക്ക് പേഴ്സണലി സിനിമ ഒരു അത്ര ഇതായില്ലെങ്കിലും എനിക്ക് എബോവ് ആവറേജ് ആയിട്ടാണ് ഫീൽ ആയത്. ഒരു ഹിറ്റ് സിനിമ പോലെ ഫീലായി. നല്ല രീതിയിൽ പേഴ്സണലി വർക്കായിട്ടുണ്ട്. പക്ഷേ ഒരു സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോവല്ലേ. ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, ചില പടങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് അടിപൊളിയാണ് നമുക്ക് തോന്നും. ഇപ്പം ബാലൻ നമ്മൾ കണ്ടായിരുന്നു, അത് സൂപ്പർ സ്ക്രിപ്റ്റാണ്. അപ്പം അങ്ങനത്തെ അല്ല, ഇത് നമ്മൾ കണ്ട് തന്നെ ഇതായതാണ്. പക്ഷേ ജൂഡ് ആൻ്റണി ജോസഫ് ഇപ്പോഴും തകർത്ത് തന്നെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലൊന്നും പറയാനൊന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഒരു അടിപൊളി വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഒരു വൈബിലങ്ങ് പോകും. വിസ്മയ ഫസ്റ്റ് അഭിനയമൊന്നും തോന്നൂല നമുക്ക്, അത്ര അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയം ഒക്കെ പക്കയാണ്, ചെറുതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ആ ഫൈറ്റ് അതൊക്കെ ഫസ്റ്റ് ഒരു ഇതല്ലേ, പുള്ളിക്കാരി ഒരു ഇൻട്രോവേർട്ടുമാണ്. നമ്മൾ ഇൻ്റർവ്യൂ കണ്ട പോലെയൊന്നും അല്ല, മനസ്സിലായി. എന്നാലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു സീനുണ്ട്, ക്ലൈമാക്സ്. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു സ്ലോയിൽ പോയിട്ട് അതിൽ പോയി എത്തിച്ച് പിന്നെ അങ്ങ് ആക്ഷൻ ബാക്ക് ഇതാക്കും. നമുക്കൊരു ഡ്രാമ ത്രില്ലർ പോലെ ആവും. പിന്നെ അതിൻ്റെ വില്ലനും കാര്യങ്ങളും. പിന്നെ ആൻ്റണി പെരുമാറിൻ്റെ മോനായിക്കോട്ടെ, മോനെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. പുള്ളിക്കാരെ അടിപൊളിയായിട്ട് അഭിനയിച്ചു കേട്ടോ, അതിനെ എടുത്ത് തന്നെ പറയണം, ഒരു രക്ഷയില്ല. പിന്നെ എല്ലാവരും സായ ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. വില്ലൻ റോളും പിന്നെ എല്ലാവരും. ഇതിൻ്റെ മ്യൂസിക് ജെക്സ് ബിജോയാണ്. ജെക്സ് ബിജോയ് മോനെ കത്തിച്ചിട്ടുണ്ട്, അതിനൊന്നും പറയാനൊന്നുമില്ല. ജെക്സ് ബിജോയ് കൊടുക്കേണ്ട സ്ഥലത്ത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ജെക്സ് ബിജോയ് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇനി മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കഥ നമ്മൾ കണ്ടുവന്ന ഒരു ഇത് തന്നെയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് മ്യൂസിക് അടിപൊളിയാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫസ്റ്റ് ഹാഫ് നൈസ കൊണ്ട് വെച്ച്, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫാണ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് വരുന്ന ഭാഗമൊക്കെ ഉണ്ട്. ആശിഷിൻ്റെ ഇതൊക്കെ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി ഒരു പ്രത്യേകതരം ഒരു ജോണർ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാം. നമുക്ക് നിരാശ ഈ പടത്തിലൊന്നും വരില്ല. ചില പടം അങ്ങനെ കണ്ടാൽ നമുക്ക് നിരാശ വരും. ഇപ്പം എമ്പുരാനൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല പാടുപെട്ടു, ഒന്നും അത്ര ഒരു സുഖമൊന്നും ഇല്ലായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെയാണ് ഇത് ഒന്നും പറയാൻ എന്ന് വെച്ചാൽ അത്ര മോശമോ കാര്യമൊന്നുമില്ല. കണ്ടുകൊണ്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാം, നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എടുത്തു വെച്ചിരിക്കുന്നത്, അത് പൊളി ക്ലൈമാക്സ്. ഒരു മാർഷൽ ആർട്സ് സംഭവമാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതൊക്കെ വർക്കൗട്ട് ആവുന്നവർക്കും ഫൈറ്റൊക്കെ അടിപൊളിയാണ്. ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല, അത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. നല്ല പണി തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ വിസ്മയം പറഞ്ഞാൽ നല്ല
ഫൈറ്റിൽ പൊളിയാണ് കേട്ടോ, കണ്ട പോലെയൊന്നുമല്ല, ഫൈറ്റൊക്കെ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റൊക്കെ നോക്കണമെങ്കിൽ നമുക്കൊരു വരത്തൻ ഫീലൊക്കെ വരും, മനസ്സിലെ വരത്തൻ്റെ ഒരു ടച്ചൊക്കെ വന്ന പോലെ ഒരു അടിപൊളി ഒരു സാധനം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. കണ്ടൊക്കെ അടിപൊളിയായിട്ട് ക്ലൈമാക്സൊക്കെ പക്ക വേറെ ലെവൽ സാധനം. ക്ലൈമാക്സൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കി. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. പിന്നെ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഒരേ ഒരു ആളെയും കൂടെ പറയാൻ കാണും, അത് മോഹൻലാൽ വന്ന് തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ചെറിയൊരു ക്യാമിയോ ആണ്, അപ്പോൾ അത് വന്ന് അത് ചെയ്ത് അതങ്ങ് പോയിട്ടുണ്ട്. അത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നത്, അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളത് ഇതാക്കിയാൽ മതി. അപ്പം എന്തായാലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത്ര നിരാശ ഒന്നും വരുത്തിയില്ല, എനിക്ക് പേഴ്സണലി വർക്കായി. ബാക്കി നിങ്ങൾ ഇനി കണ്ടിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയും. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഒരു നല്ലൊരു ഓക്കെ പടം എന്നേ പറയാനുള്ളൂ. ബാക്കി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ. എനിക്ക് എബോ ആവറേജ് ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടതിൽ DC ആണ് കുറച്ചുകൂടെ വർക്കൗട്ട് ആയത്, അത്രേ ഉള്ളൂ. ഇതും മോശമൊന്നും ഒരിക്കലും പറയില്ല, ഒരു എബോ ആവറേജ് പടം, അത്രേ ഉള്ളൂ. കഥയൊക്കെ സ്ഥിരം കണ്ടത് തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് എടുത്ത് പറയണ ഒരു രക്ഷയില്ല. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.